ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപേക്ഷ ഫീസൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഓഫീസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനമാണ്. 3 വർഷത്തേക്കുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നീട്ടിക്കിട്ടാനും സാധ്യതയുണ്ട്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് വിത്ത് ടൈപ്പിംഗ് പ്രൊഫഷൻസും 1 ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. കൂടാതെ KGT ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഹയറും അറിഞ്ഞിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. 6/11/2025 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC/ST OBC വിഭാഗക്കാർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സുളവ് ലഭിക്കുന്നതാണ്. 3 ഒഴിവാണ് വന്നിട്ടുള്ളത്. മന്ത്ലി റെമ്യൂണറേഷൻ 20,000 രൂപയാണ് ലഭിക്കുക. പ്ലേസ് ഓഫ് വർക്ക് വരുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ. അടുത്തത് CS എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് കംപ്ലയിൻസ് ഓഫീസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. 3 വർഷത്തേക്കുള്ള നിയമനമാണ്. എന്നാൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് പാസ് ഇൻ CS ഇന്റർമീഡിയറ്റ് എക്സാം ആൻഡ് കംപ്ലീറ്റഡ് ആർട്ടിക്കിൾഷിപ്പാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. 6/11/2025 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC/ST OBC വിഭാഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സുളവ് ലഭിക്കുന്നതാണ്. ടോട്ടൽ 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മന്ത്ലി റെമ്യൂണറേഷൻ 30,000 രൂപയാണ് ലഭിക്കുക. പ്ലേസ് ഓഫ് വർക്ക് വരുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഹെഡ് ഓഫീസ് തിരുവനന്തപുരമാണ്. അടുത്തത് ജാവ ഡെവലപ്പർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. 3 വർഷത്തേക്കുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MCA ആണ്. കൂടാതെ ജാവ അല്ലെങ്കിൽ J2E ഫ്രെയിംവർക്ക്സ് ആൻഡ് RESTful APISലുള്ള മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. 6/11/2025 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC/ST OBC വിഭാഗക്കാർക്കൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മന്ത്ലി റെമ്യൂണറേഷൻ 50,000 രൂപയാണ് ലഭിക്കുക. പ്ലേസ് ഓഫ് വർക്ക് വരുന്നത് IT ഡിപ്പാർട്ട്മെന്റ് അറ്റ് തിരുവനന്തപുരത്താണ്. അടുത്തത് ടെക്നിക്കൽ അഡ്വൈസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. 3 വർഷത്തേക്കുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നീട്ടിക്കിട്ടുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള BE അല്ലെങ്കിൽ BTech സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കലാണ്. കൂടാതെ 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. 6/11/2025 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC/ST OBC വിഭാഗക്കാർക്കൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മന്ത്ലി റെമ്യൂണറേഷൻ 40,000 രൂപ ലഭിക്കുന്നതാണ്. കൂടാതെ TA DA ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പ്ലേസ് ഓഫ് വർക്ക് വരുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് വരുന്നത് അപേക്ഷകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക. സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂവിൻ്റെ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ ഫോമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. സ്കാൻ ചെയ്ത ഇമേജ് സൈസ് 200 KB താഴെ ആയിരിക്കണം. അത് JPG ഫോർമാറ്റിലായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ ഒപ്പ് രേഖപ്പെടുത്തി സൈൻ ചെയ്ത് ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാൻ ചെയ്ത ഇമേജ് 50 KB താഴെയായിരിക്കണം. അത് JPG ഫോർമാറ്റിലായിരിക്കണം. ക്യാപിറ്റൽ ലെറ്ററിലുള്ള സിഗ്നേച്ചർ അനുവദിക്കുന്നതല്ല. ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ പ്രായം, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാൻ ചെയ്ത ഇമേജ് സൈസ് 400 KB താഴെ പാടുള്ളൂ. അത് JPG ഫോർമാറ്റിലായിരിക്കണം. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 20/11/2025 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി
നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.